ആപ്പിൾ ട്രോണിക്സിൻ്റെ പുതിയൊരു സർവീസ് റിലേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ M1 മോഡല് പുതിയ ഐപാഡ് ഇതിൻ്റെ സ്ക്രീൻ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ആണ്. പുതിയ ഐപാഡ് പ്രോ M1 അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ പല മോഡലുകളും ഫേസ് ID എനേബിൾഡ് ആയിട്ടുള്ള ഐപാഡാണ്. ഇത് പഴയ ഐപാഡുകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് ടച്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. പഴയ മോഡലുകളിൽ ഡിജിറ്റൈസർ വേറെ, ഡിസ്പ്ലേ വേറെ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഈ പുതിയ മോഡലുകളിൽ വരുമ്പോഴേ ഇത് കോംബോ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഐപാഡ് ഇത് വാറണ്ടി ഉള്ള ഐപാഡാണ്, ഇൻ വാറണ്ടിയിലുള്ള ഐപാഡാണ്. ഇതിനകത്ത് ഡാറ്റ ഉള്ളത് കാരണം ഇത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ആപ്പിളിന് നിലവിൽ ഐപാഡ് ഓപ്പൺ ചെയ്തിട്ടുള്ള സർവീസ് നിലവിൽ അവൈലബിൾ അല്ല. ഇത് വാറണ്ടി പീരീഡിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടോ നോർമലി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വാറണ്ടി പീരീഡിൽ വന്നു കഴിഞ്ഞാലും പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിപ്പോൾ ഫിസിക്കൽ ഡാമേജ് ആണ്. ഇതിവിടെ സ്ക്രീൻ ഉണ്ട്, ഇവിടെ ക്രാക്ക് ആയിട്ടുണ്ട്. ഇതും റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ കെയർ പ്ലസ് ഉണ്ടെങ്കിൽ പോലും പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് തരുന്ന കാരണം ഡാറ്റ പോവും, ഡാറ്റ നഷ്ടപ്പെടാം. അപ്പം ഇതൊരു പ്രശസ്തനായ ഒരു യൂട്യൂബറിൻ്റെ ഐപാഡാണ്. അദ്ദേഹം വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഇതിനകത്താണെന്നാണ് തോന്നുന്നത്. ഷൂട്ട് ചെയ്യുന്നത് വേറെ ആയിരിക്കാം, പക്ഷേ എഡിറ്റ് ചെയ്യുന്നത് ഇതിനകത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേയധികം വീഡിയോസ് ഇതിലുള്ളത് കാരണം ഇത് റീപ്ലേസ് ചെയ്യാനോ വാറണ്ടി ക്ലെയിം ചെയ്യാനോ ഒന്നും പറ്റില്ല. വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഫിസിക്കൽ ഡാമേജ് ആയതുകൊണ്ട്. പക്ഷേ ഇത് റിപ്പയർ ചെയ്യാനേ നിലവിൽ ഓപ്ഷനുള്ളൂ. അപ്പോൾ ഇതിൽ ഡാറ്റ ഉള്ളത് കാരണം നമ്മൾ പുതിയ സ്ക്രീന് M1 സീരീസിൻ്റെ ഇത് റീപ്ലേസ്മെൻറ്റ് പുതിയ സ്ക്രീനാണ്. ഇത് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഈ ഐപാഡ് പ്രോ ഈ പുതിയ മോഡല് ഇതിനകത്തുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഫേസ് ID ഈ ഡിസ്പ്ലേയുടെ പാർട്ടായിട്ട് ഇവിടെ ഈ ഡിസ്പ്ലേയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. കാരണം ഈ ഫേസ് ID ഡാമേജ് ആകാതെ, ഫേസ് ID ഉണ്ട്, ഇവിടെ മൈക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലൈൻ്റ് ആകാതെ ഇത് ഓപ്പൺ ചെയ്ത് ഈ ഡിസ്പ്ലേ മാറിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കാണ്. എന്നാലും ഇതിപ്പോൾ ഏത് വിധേനയും ശരിയാക്കി എടുക്കണമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ ഒരുപാട് ഡാറ്റ ഇതിനകത്ത്, വീഡിയോസ് ഒരുപാട് ഉള്ളത് കാരണം ഇത് ഏത് വിധേനയും എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനൊന്നും മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഈ സ്ക്രീന്, M1 സീരീസ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് ഈ ഫ്രെയിമിൽ ഈ ഐപാഡിൻ്റെ സ്ക്രീന് ഒട്ടിച്ച് ആണിത് വരുന്നത്. ഇത് നോർമലി ഇത് സ്ക്രൂവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ആപ്പിൾ ഇത് ഓപ്പൺ ചെയ്തുള്ള സർവീസസ് ഒന്നും നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഏത് സാഹചര്യത്തിൽ ഐപാഡ് കംപ്ലൈൻ്റ് ആയാലും, അത് എന്ത് കംപ്ലൈൻ്റ് ആയാലും ശരി, അവർ പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഈ സ്ക്രീൻ ഈ ഫ്രെയിമിൽ നിന്ന് ഇളകി വരണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റായിട്ടൊന്ന് ഹീറ്റ് ചെയ്യണം. ഈ ഐപാഡ് പ്രോ ഈ M1-നകത്ത് 4 സ്പീക്കറാണുള്ളത്. മുകളിലും താഴെയായിട്ട് 4 സ്പീക്കറുള്ളത് കാരണമാണ് ഇതിൽ നിന്നൊരു ഹെവി വോളിയം സൗണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ആവുന്നുണ്ട്. അത് ഈ 4 സ്പീക്കർ ഇതിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ്. M1-ന് മുമ്പുള്ള പ്രോയിൽ ഈ 4 സ്പീക്കറുണ്ട്. പിന്നെ 2 സൈഡിലായിട്ടാണ് ബാറ്ററി, ഈ 2 സൈഡിലായിട്ടാണ് ബാറ്ററി, 2 സെല്ലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നടുക്കൂടാണ് ലോജിക് ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പഴയ മോഡലുകളിൽ സൈഡിലായിരുന്നു ലോജിക് ബോർഡ്, ഒരു സൈഡിൽ ബാറ്ററി, ഒരു സൈഡിൽ ലോജിക് ബോർഡ്, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ മോഡലിൽ വന്നപ്പോഴത്തേക്ക് സെൻട്രലാണ് ലോജിക് ബോർഡ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്.
2 ക്യാമറയാണ്, നല്ല 2 ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സർവീസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം ഇതിൻ്റെ ഒരുപാട് സെൻസേഴ്സും കണക്ടറുകളും ഒക്കെ കൊടുത്തേക്കുന്ന കാരണം സർവീസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണിത്. ബാറ്ററി എംറ്റി ആണ്. ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ഇല്ല, ചാർജ് വളരെ കുറവാണ്. ഇത് USB-C ടൈപ്പ് ആയതുകൊണ്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന മോഡലുകളാണ് ഇതെല്ലാം. അതുകൊണ്ട് പെട്ടെന്ന് ചാർജ് ആവും. പഴയ ഐപാഡുകളുടെ ഒരു ഡ്രോബാക്ക് കുറേ അധികം സമയം എടുക്കുമായിരുന്നു ചാർജ് കയറാനായിട്ട്. ഈ പുതിയ മോഡൽ ഐപാഡ് പ്രോയ്ക്കകത്ത് വളരെ പെട്ടെന്ന് ചാർജ് ആവും. ഇതിലിപ്പോൾ ഇനി ഇതിൻ്റെ സെൻസറുകൾ, ഇതൊരു മൈക്ക്, പ്രോക്സിമിറ്റി, ഇതെല്ലാം ഈ ഡിസ്പ്ലേയിൽ അറ്റാച്ച് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇതിന് പുതിയ ഡിസ്പ്ലേയിലോട്ട് ഇത് കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യണം. അതിനുശേഷമേ ഡിസ്പ്ലേ കണക്ട് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ സ്ക്രീൻ ഫിക്സ് ചെയ്തു. ഇതിലിപ്പോൾ സ്ക്രീൻ ഇളക്കി ഫിക്സ് ചെയ്തതായിട്ടുള്ള യാതൊരുവിധ സൈൻസും ഒന്നുമില്ല. ഇത് ഒറിജിനൽ ഒരു ഐപാഡ് നമ്മൾ പുതിയത് വാങ്ങിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെയാണ് ഇതിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഫേസ് ഐ ഡി ഉൾപ്പെടെ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ന്യൂ ജനറേഷൻ ഐപാഡുകളുടെ ഡിസ്പ്ലേ ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഡേറ്റ ഏതെങ്കിലും കാരണവശാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണെങ്കിൽ നമുക്കിങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. പഴയ മോഡലും പുതിയ മോഡലും ആയിട്ടുള്ള എല്ലാ ഐപാഡുകളുടെയും ഡിസ്പ്ലേ, ബാറ്ററി, മദർ ബോർഡിന് അതിൻ്റെ ബോർഡിലുണ്ടാകുന്ന കംപ്ലയിൻസുകൾ, ക്യാമറ ഇഷ്യൂസ്, കണക്ടറിനുണ്ടാകുന്ന പ്രോബ്ലംസ്, അങ്ങനെ ഒരുവിധ എല്ലാ കംപ്ലയിൻസുകളും നമുക്ക് ഞങ്ങളിവിടെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പഴയ മോഡലുകൾ ലോക്കായി പോയി കഴിഞ്ഞാൽ, അതായത് ഐപാഡ് 2, 3, 4, ഐപാഡ് 5, ഐപാഡ് 6, എയർ 1, എയർ 2, മിനി 1, മിനി 2, മിനി 3 അങ്ങനെയുള്ള മോഡലുകൾ ഏതെങ്കിലും കാരണവശാൽ ആപ്പിൾ ID മറന്നുപോയിട്ട് ലോക്കായി പോയി കഴിഞ്ഞാൽ അത് നമുക്കിവിടെ എക്സിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഐപാഡുകളുടെ സർവീസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.